കുറേ നാളുകൊണ്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു കളറാണ് കേട്ടോ ഇത്, ഓയിൽ പാസ്റ്റിൽ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് ക്യാരറ്റിലെയാണ്, ഇതിലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടത് തുലിപ്പൂ ചെയ്തതിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. ഈ ക്യാരറ്റിൽ ചെയ്തതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. ക്യാരറ്റിനൊരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. അപ്പം ഞാൻ ഓറഞ്ചാണ് എടുത്തത്. അപ്പോൾ കളർ ചെയ്യാൻ തുടങ്ങി. ഈ കളർ ചെയ്യുന്നത് ഞാനല്ല കേട്ടോ, അമ്പാടിയാണ്. അപ്പോൾ എന്തും കളർ ചെയ്യാനായിട്ട് ഫസ്റ്റ് വരും, തുടക്കം ഇട്ടിട്ട് അവരങ്ങ് പോകും. അപ്പോൾ ഇതൊന്ന് വരച്ച് കുളമാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനിങ്ങ് വാങ്ങി, ബാക്കി ഞാൻ കുളമാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓറഞ്ച് അടിച്ച് വന്നപ്പോഴത്തേക്കാണ് യെല്ലോ ഒരു ഷെയ്ഡിൻ്റെ കാര്യം കൂടെ ഞാൻ ഓർത്തത്. ഫസ്റ്റ് യെല്ലോ കൊടുത്തിട്ട് ഓറഞ്ച് കൊടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ, പക്ഷെ ഞാൻ ഓർത്തില്ല. അങ്ങനെ ഞാൻ യെല്ലോവും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാൻ നോക്കി. ഫസ്റ്റ് ഞാൻ വരയ്ക്കുന്നതാണ് കേട്ടോ, തുലിപ്പൂ വരച്ചത് ഇതിന് ശേഷമായിരുന്നു. പിന്നെ ഇത് വരച്ചപ്പം എങ്ങനെയാണ് ഷെയ്ഡ് കൊടുക്കുന്നതെന്നൊന്നും കറക്റ്റ് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ കോട്ടൺ ഉപയോഗിച്ചിട്ടും അതുപോലെ ചെറിയ തുണി ഉപയോഗിച്ചിട്ടൊക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഞാൻ കൈവിരൽ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ യെല്ലോ കൊടുക്കുന്നുണ്ട്. യെല്ലോ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഓറഞ്ച് കൂടി കൊടുത്തത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എനിക്ക് ഈ ഓയിൽ പാസ്റ്റിൽ വെച്ച് വരയ്ക്കുന്ന വീഡിയോസൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വിചാരിക്കുമായിരുന്നു ഇത് ക്രയോൺ ആയിരിക്കുമെന്ന്. ക്രയോൺ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് കൈ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ആദ്യമൊക്കെ ഡൗട്ട് അടിച്ചിട്ടുണ്ട്, ഇതെന്താ സംഭവം, ഒന്ന് ട്രൈ ചെയ്തു നോക്കണോ എന്നൊക്കെ വിചാരിച്ച് കുറേ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന അത്ര പെട്ടെന്നൊന്നും ഇത് അങ്ങോട്ട് സ്പ്രെഡായിട്ട് വരത്തില്ല. പല കമ്പനിയുടെ പല ടൈപ്പ് ആയിരിക്കാം, എന്തോ അറിയില്ല. പക്ഷേ ഇത് ഞാൻ കുറച്ചൊന്ന് ഇതാക്കി സ്പ്രെഡ് ചെയ്തെടുക്കാനൊക്കെ കുറച്ചൊന്ന് ടൈം എടുത്തു. അങ്ങനെ എന്തായാലും പെർഫെക്റ്റ് ആയിട്ടൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കളർ എവിടെയൊക്കെയാണ് കൂടിയും കുറഞ്ഞും ഒക്കെ വരുന്നതെന്നുള്ളതൊക്കെ മനസ്സിലാക്കി അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് പ്രധാനമായിട്ടുള്ള ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഓയിൽ പാസ്റ്റിൽ വെച്ച് തന്നെ കുഞ്ഞു കുഞ്ഞു ലൈൻ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ആ ഒരു ക്യാരറ്റിൽ ചെറിയ ചെറിയ എന്താ പറയുക, ചെറിയ കുണ്ടും കുഴിയൊക്കെ കാണുമല്ലോ റോഡിൽ പോലെ, അതുപോലത്തെ സംഭവമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെയിൽ, അതായത് വെട്ടമടിക്കുമ്പോൾ ഒരു ഗ്ലേസിങ് പോലെ വരുന്നതിനാണ് ഞാൻ ഇതുപോലെ വൈറ്റ് കളർ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ തുലിപ്പ് ഫ്ലവർ വരച്ചപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈറ്റ് കൊടുക്കുമ്പോൾ വെയിൽ അല്ലെങ്കിൽ വെട്ടമടിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു വെള്ള ഒരു കളറ് വരും. അപ്പം ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ ലുക്ക് കിട്ടും. അപ്പം നമ്മളൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് നേരെ അങ്ങ് ഓറഞ്ച് കളർ ചെയ്ത് ആ തണ്ടിന് ഗ്രീൻ കളറും കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്ക് ആ ഒരു പിക്ചറിൽ നോക്കുമ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ കളറാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പിക്ചറിൻ്റെ ലുക്ക് നമുക്ക് കിട്ടും. ആ ക്യാരറ്റ് നമുക്കിപ്പോൾ കണ്ടാൽ എടുത്ത് ആ പേപ്പറിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിലിങ്ങനെ നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഷെയ്ഡിങ്ങും കാര്യങ്ങളും വരുന്നത്. ആധികാരികമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, കാരണം ഞാൻ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കണ്ട് നമ്മൾ മനസ്സിലാക്കുമല്ലോ. അങ്ങനെയാണ് ഞാനും ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. അടുത്തതായിട്ട് അതിൻ്റെ തണ്ടിന് ഗ്രീൻ കളർ കൊടുക്കുകയാണ്. ലൈറ്റ് ഗ്രീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഒരു തണ്ട്, അതായത് ആ ഒരു ലീഫ് വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് ലെയർ പോലെയാണ് കാണുന്നത് ആ പിക്ചറിൽ. അങ്ങനെ ഞാൻ അതുപോലെയാണ് ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഗ്രീൻ കളർ കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വിരൽ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനത് ആ സ്റ്റെം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്തു. എന്നിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു ലൈൻ പോലെ വരുന്നുണ്ട് കേട്ടോ വൈറ്റ് കളറിൽ. അപ്പോൾ അത് എന്തായാലും നമുക്ക് വൈറ്റ് കളർ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ നഖം തന്നെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ആ ഒരു ലൈൻ കിട്ടും കേട്ടോ, സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും.
അങ്ങനെ അത് സെറ്റാക്കി എടുത്തു. ഇനി അമ്പാടിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അവനെ കാണിച്ചു കൊടുത്തു, അവന് ഇഷ്ടമായി. അവന് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ അവൻ പറയും എടുക്കാൻ പറ്റുന്ന ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നീട് എന്ത് വരയ്ക്കാൻ കൊണ്ടുവന്നാലും അവന് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് മതി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഏകദേശം ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു രൂപമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവന് ഇഷ്ടമായി, അതാണ് എനിക്ക് പ്രധാനം. അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്യാരറ്റ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.